നമസ്കാരം. ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇൻഡിപെൻഡൻസ് കപ്പിൽ പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ച് കിരീടം ചൂടിയ ത്രസിപ്പിക്കുന്ന ഒരു കഥ പറയാം. 17 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 1998 ജനുവരിയിൽ ധാക്കയിൽ വെച്ച് ഇൻഡിപെൻഡൻസ് കപ്പിൽ ഫൈനൽ മത്സരത്തിൽ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു. അതൊരു വല്ലാത്ത പോരാട്ടമായിരുന്നു. കാരണം പാകിസ്ഥാൻ അന്ന് ഇന്ത്യക്കെതിരെ 50 ഓവറിൽ അടിച്ചത് 314 റൺസാണ്. അന്നത്തെ കാലത്ത് ഏകദിനത്തിൽ 300 റൺസ് വഴങ്ങി എന്ന് പറഞ്ഞാൽ ആ ബൗൾ ചെയ്ത ടീം പിന്നെ ചേസ് ചെയ്യേണ്ട ടീം തോൽക്കും എന്നുള്ളതാണ് അന്നത്തെയൊക്കെ ഒരു രീതി. അവിടെയാണ് നമ്മളത് കൃത്യമായിട്ട് ചേസ് ചെയ്തെടുക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട പ്രകടനം നമ്മുടെ ദാദയുടെ സെഞ്ചുറി ഉണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറുടെ മികച്ച ഇന്നിങ്സ് ഉണ്ടായിരുന്നു. കിടിലൻ തുടക്കമാണ് സച്ചിൻ ഇട്ടുകൊടുത്തത്. റോബിൻ സിംഗിൻ്റെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തകർച്ച. ക്യാപ്റ്റൻ അസറുദ്ദീനും അതുപോലെ സിദ്ധുവും മോംഗയും ജഡേജയും ഒക്കെ പതറിയെടുത്ത് അവസാന ഘട്ടത്തിൽ കനിത്കറുടെ ആ ത്രസിപ്പിക്കുന്ന ബൗണ്ടറി ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒന്നാണല്ലോ ആ ബൗണ്ടറി. ആ ഒറ്റ ബൗണ്ടറി കൊണ്ട് ഋഷികേഷ് കനിത്കർ സ്റ്റാറായിട്ട് മാറി. ഏതായാലും നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 17 കൊല്ലം മുമ്പത്തെ കളിയാണ്. നമുക്ക് HD ക്വാളിറ്റിയിലുള്ള വീഡിയോസ് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന വിഷ്വൽസിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. അതിന് അതേ മാർഗമുള്ളൂ. മറ്റ് സാങ്കേതികമായിട്ട് അത് നന്നാക്കി എടുക്കാനുള്ളൊരു സംഗതി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുകയുള്ളൂ. പഴയകാല ഓർമ്മകളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ കണ്ടാലും ഒളിമങ്ങാത്ത ഓർമ്മകളാണല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ്റെ ഇന്നിങ്സ് നമ്മൾ പറയുന്നില്ല. പാകിസ്ഥാൻ ഇന്നിങ്സ് കഴിഞ്ഞ സ്കോർ ബോർഡാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റും സെയ്ദ് അൻവറിൻ്റെ ഒരു കിടിലൻ സെഞ്ചുറി ഉണ്ട്. അദ്ദേഹം 140 റൺസാണ് അടിച്ചത്. അതുപോലെ ഇജാസ് അഹമ്മദിൻ്റെ സെഞ്ചുറി ഉണ്ട്. അദ്ദേഹം 117 റൺസാണ് അടിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ നിശ്ചിത 48 ഓവറുകളിൽ 50 ഓവറിൽ 48 ഓവറുകളിൽ 314 റൺസാണ് അടിച്ചത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 314 റൺസാണ് അടിച്ചത്. മറുപടി ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിക്കുകയാണ്. നമുക്കതിലേക്ക് വരാം. സച്ചിൻ ടെണ്ടുൽക്കറും ദാദയും ചേർന്നുകൊണ്ട് ഗാംഗുലിയും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. അത് അക്കാലത്തൊക്കെ നമുക്ക് ഒരു വികാരമാണ്. സച്ചിനും ഗാംഗുലിയും ചേർന്ന് ക്രീസിൽ നിൽക്കുക. സച്ചിൻ അടിച്ചു തുടങ്ങുന്നു. മനോഹരമായിട്ട് അദ്ദേഹം ലെഗ് സൈഡിലേക്ക് പുൾ ചെയ്തുകൊണ്ട് ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ഗാംഗുലിയുടെ ലെഗ് സൈഡിലേക്കുള്ള ഷോട്ടും ഓഫ് സൈഡിലേക്കുള്ള മനോഹരമായിട്ടുള്ള ബൗണ്ടറിയും. ഓഫ് സൈഡിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഗാംഗുലി എന്നൊരു ചൊല്ല് തന്നെ അക്കാലത്തുണ്ടല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, പാകിസ്ഥാന് വേണ്ടി ആക്കിബ് ജാവേദും അസർ മഹ്മൂദുമാണ് അന്ന് ഓപ്പണിംഗ് ബൗളിംഗ് എറിയുന്നത്. രണ്ടുപേരെയും പാകിസ്ഥാനി പേസർമാർക്ക് ഒരു തരത്തിലുള്ള ആശ്വാസവും കൊടുക്കാതെ ആഞ്ഞടിക്കുകയായിരുന്നു സച്ചിനും ഗാംഗുലിയും ചേർന്നുകൊണ്ട്. നോക്കുക, സച്ചിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു ഷോട്ട് ലെഗ് സൈഡിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം ഓഫ് സൈഡിലേക്ക് തൊട്ടു പിന്നാലെ കളിക്കുന്ന ഷോട്ട്, അടുത്ത ബൗണ്ടറി. 5 ഓവർ കഴിയുമ്പോഴേക്കും നമ്മൾ 43ലേക്ക് എത്തി. 6ാമത്തെ ഓവറിൽ നമ്മൾ അർദ്ധ സെഞ്ചുറിയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ്. അന്നൊക്കെ ഇത്ര പെട്ടെന്ന് അർദ്ധ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. ടീം 50 കടന്നു പോകുന്ന കാഴ്ച. സച്ചിൻ്റെ മനോഹരമായിട്ടുള്ള ലെഗ് സൈഡിലേക്കുള്ള ഷോട്ട് കാണാം. അടുത്ത ബൗണ്ടറി പിറക്കുകയാണ്. ധാക്കയിലെ സ്റ്റേഡിയത്തിലെ ആരാധകരെ ആർത്ത് വിളിക്കുകയാണ്. ഗാംഗുലിയുടെ വക ഓഫ് സൈഡിലേക്ക് വീണ്ടും മനോഹരമായിട്ടുള്ള ഷോട്ട്. കുതിച്ചു പായുന്ന ടീം ഇന്ത്യയുടെ സ്കോർ ബോർഡ് 314 ഒരു വലിയ സ്കോറാണ്. പക്ഷെ വിട്ടുകൊടുക്കില്ല എന്ന തരത്തിൽ തന്നെ നമ്മൾ കളിക്കുകയാണ്. പാകിസ്ഥാന് വേണ്ടി സ്പിൻ ബൗളിങ്ങിന് അന്ന് സക്ലൈൻ മുഷ്താഖ് ഉണ്ട്, ഷാഹിദ് അഫ്രീദി ഉണ്ട്. സ്പിന്നർമാരെയും അനായാസം കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ അഫ്രീദിയുടെ പന്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ മടങ്ങി. അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമം, അദ്ദേഹം പക്ഷേ ക്യാച്ചായിട്ട് മടങ്ങിയാണ് അഫ്രീദി. പാകിസ്ഥാന് ബ്രേക്ക് ത്രൂ കൊടുക്കുമ്പോഴേക്കും ഇന്ത്യ 9ാമത്തെ ഓവറിൽ തന്നെ 71 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതൊരു കിടിലൻ സ്റ്റാർട്ടാണ്. സച്ചിൻ 26 പന്തിൽ നിന്നാണ് 41 റൺസ് അടിച്ചത്. മഹ്മൂദ് പിടിച്ച് അഫ്രീദിയുടെ പന്തിൽ പിടിച്ച് അദ്ദേഹം പുറത്തായിരുന്നു. റോബിൻ സിംഗ് ആണ് ക്രീസിലേക്ക് വന്നത്. ഗാംഗുലിയത മനോഹരമായിട്ടുള്ള തൻ്റെ ഷോട്ടുകൾ ഒരു ഭാഗത്ത് തുടങ്ങുന്നു. 1 ഡൗൺ ആയിട്ട് അന്ന് റോബിൻ സിംഗ് വന്നു. ഗാംഗുലിയുടെ കിടിലൻ ഷോട്ടുകൾ സുന്ദരമായിട്ട് നോക്കുക. സ്ട്രൈറ്റിൽ അദ്ദേഹം 6 അടിക്കുന്നു. അത് അന്നൊക്കെ ഒരു വികാരമാണ്. ഗാംഗുലി സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു, സ്ട്രൈറ്റിലേക്ക് 6 അടിക്കുന്നു സ്പിന്നർക്കെതിരെ. അതാണ് സക്ലൈൻ മുഷ്താഖ് തലയിൽ കൈവെക്കുന്ന കാഴ്ച കാണാം. നിസ്സഹായനായിട്ട് അഫ്രീദിക്കെതിരെ അടുത്ത ഷോട്ട് വരുന്നു. ലെഗ് സൈഡിലേക്ക് 6, ലോങ് ഓണിലേക്ക് 6 പോകുന്നു. സോ സൗരവ് ഗാംഗുലി ഫുൾ ഫ്ലോയിൽ അടിച്ച് കസറി അദ്ദേഹം അർദ്ധ സെഞ്ചുറി, 42 പന്തിൽ നിന്ന് അദ്ദേഹം അർദ്ധ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. റോബിൻ സിംഗിൻ്റെ വക ഓഫ് സൈഡിലേക്ക് ബൗണ്ടറി വരുന്ന കാഴ്ച. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ വലിയ സ്കോർ ഉണ്ടായിട്ടും നിസ്സഹായരായി പോകുന്ന കാഴ്ചയാണ്. റോബിൻ സിംഗിൻ്റെ അടുത്തൊരു മനോഹരമായ ഷോട്ടാണ്. ഒപ്പം പാകിസ്ഥാൻ്റെ മിസ്ഫീൽഡിങ്ങും, പാകിസ്ഥാൻ്റെ ഫീൽഡിങ് അക്കാലത്തൊക്കെ വളരെ വളരെ ബിലോ പാറായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതും കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവുകയാണ്.
അടുത്ത മനോഹരമായ ബൗണ്ടറി. അങ്ങനെ ഇന്ത്യ കുതിച്ചു പായുന്നു. 20 ഓവർ ആകുമ്പോഴേക്കും 150 കടന്നു പോവുകയാണ്. അന്ന് അതൊക്കെ ഒരു വലിയ സ്കോറാണെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കുക, ആ ക്യാച്ച് അത് ക്യാച്ചായിരുന്നു, പക്ഷേ സിക്സറാക്കി കൊടുത്തു. പാകിസ്ഥാൻ്റെ ഫീൽഡിങ്ങിൻ്റെ ഒരു ഗുണമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്യാച്ച് തൊട്ടു പിന്നാലെ അടുത്ത ക്യാച്ച് റോബിൻ സിംഗിൻ്റെ ക്യാച്ച് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. സ്റ്റിൽ റോബിൻ സിംഗ് മനോഹരമായിട്ട് അടിച്ച് അത് ക്യാപിറ്റലൈസ് ചെയ്ത് കളിച്ചു പോകുന്നു. ഗാംഗുലിയും റോബിൻ സിംഗും കൂടി ഇന്ത്യയുടെ സ്കോർ 223 എത്തിച്ചു കഴിഞ്ഞു. 35ാമത്തെ ഓവറാകുമ്പോഴേക്കും നമ്മൾ 220 സൗരവ് ഗാംഗുലി തൻ്റെ സെഞ്ചുറി കുറിക്കുകയും ചെയ്യുന്ന കാഴ്ച ടീം ഇന്ത്യയെ വിജയത്തോടടുപ്പിക്കുന്നു. 35ാമത്തെ ഓവറിലാണ് നമ്മൾ 224 വിജയമുറപ്പ് എന്ന് നമ്മൾ കരുതുന്ന ഘട്ടമാണ്. റോബിൻ സിംഗ് അടുത്തൊരു ബൗണ്ടറി കൂടി അടിക്കുന്നു. നമ്മളിതാ കുതിച്ചു പായുകയാണ്, അനായാസം കാര്യങ്ങൾ സ്വന്തമാകും എന്ന് കരുതുന്ന ഘട്ടമാണിതൊക്കെ. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. എല്ലാം കൂടെ അങ്ങ് തകർന്നു പോകുന്ന അവസ്ഥ. 63 പന്തിൽ നിന്ന് ഇന്ത്യക്ക് ഇനി 69 റൺസ് വേണം എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബാറ്റ് അവിടെ വീഴുന്നു. ആ വിക്കറ്റ് വീഴുന്നിടത്ത് നിന്ന് കാര്യങ്ങൾ മറിയുന്ന കാഴ്ച. റോബിൻ സിംഗ് 82 റൺസ്, 83 പന്തിൽ നിന്ന് 82 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിട്ടാണ് റോബിൻ സിംഗ് അവിടെ മടങ്ങി പോകുന്നത്. പിന്നാലെ ക്യാപ്റ്റൻ അസറുദ്ദീൻ ഒരു റൺഔട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് ഗാംഗുലി അദ്ദേഹത്തെ മടക്കി വിട്ടതാണ്. അദ്ദേഹം പക്ഷേ അതിൽ ഹാപ്പിയല്ല. ഗാംഗുലിയോട് അത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്യാപ്റ്റൻ അസറുദ്ദീന് റൺഔട്ട്, പക്ഷേ റൺഔട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ഒരു ഫീൽഡർ ഒരൽപ്പം പമ്പിളായി പോയി. ബോൾ എടുത്ത് എറിയാൻ ഒരു സമയം എടുത്തപ്പോൾ അത് അസറുദ്ദീന് തിരികെ ക്രീസിലേക്ക് എത്താനുള്ള അവസരം കൊടുക്കുകയാണ്. ധാക്കയിൽ ആ ഒരു ലൈറ്റ് മങ്ങി വരുന്നുണ്ടായിരുന്നു. അതിനിടക്കാണ് ഇന്ത്യയുടെ ചേസിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധു അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ബാറ്ററായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയുടെ ശ്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ബൗണ്ടറി വരുന്നു. 262 റൺസിലേക്ക് എത്തി. ലൈറ്റ് മങ്ങിയിട്ടുണ്ട്. കളി തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് ചർച്ച. അമ്പയർമാർ അസറുദ്ദീനോടും അതുപോലെ പാകിസ്ഥാൻ്റെ കളിക്കാരോടുമൊക്കെ സംസാരിച്ചു. കളി തുടരാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്നത് ഇന്ത്യയുടെ ഒരു തകർച്ചയാണ്. ഇന്ത്യക്ക് 41 പന്തിൽ 47 റൺസ്. ഇന്നിപ്പോൾ അത് എളുപ്പം തോന്നും, പക്ഷെ അന്ന് അത് ബുദ്ധിമുട്ടാണ്. നോക്കുക, സ്ട്രൈറ്റ് ആയിട്ട് ഫീൽഡറുടെ കയ്യിലേക്ക് ബോൾ അടിച്ചു കൊടുക്കുന്നു ക്യാപ്റ്റൻ അസറുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസ്റ്റ് വർക്കിലൂടെയുള്ള ലെഗ് സൈഡിലേക്കുള്ള ഷോട്ടിനുള്ള സ്രോവാണ്. പക്ഷേ പുറത്തായി 4 റൺസാണ് അദ്ദേഹം അടിച്ചത്. പിന്നാലെ ഗാംഗുലി പോകുന്നു. ഗാംഗുലിയുടെ വിക്കറ്റ് അവിടെ വീണതാണ് വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ പോകുന്നു. 274 4 എന്ന രൂപത്തിലേക്ക് ഇന്ത്യ വീഴുകയാണ്. ഗാംഗുലി ആക്കിബ് ജാവേദ് ബൗൾഡാക്കുമ്പോൾ അദ്ദേഹം 124 റൺസ് അടിച്ചിരുന്നു. നവജോത് സിംഗ് സിദ്ധു ലെഗ് സൈഡിലേക്ക് ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് സിദ്ധുവിൻ്റെ തുടക്കം. ഇന്ത്യ 277 4 വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന കാര്യം ഓർക്കുക. ആ ഘട്ടത്തിലേക്ക് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നാലെ LBWയിൽ കുരുങ്ങുന്നു. അടുത്ത വിക്കറ്റ് നവജോത് സിംഗ് സിദ്ധു പുറത്താകുന്നു. LBW സക്ലൈൻ മുസ്താഖ് സ്ട്രൈക്സ്. നവജോത് സിംഗ് സിദ്ധു മടങ്ങി 281 5 എന്ന രൂപത്തിലേക്ക് നമ്മുടെ ടീം വീണു പോകുന്നു. ഒരു ഘട്ടത്തിൽ എങ്ങനെ കുതിച്ചു പോയ ടീമാണെന്ന് നോക്കണം. അവിടെ നിന്നാണ് 5 റൺസിന് നവജോത് സിംഗ് സിദ്ധു സക്ലൈൻ അദ്ദേഹത്തെ LBWയിൽ കുരുക്കുന്നു. മോങ്കിയ എത്തിയിട്ടുണ്ട്. പക്ഷേ തൊട്ടു പിന്നാലെ ജഡേജ ബൗൾട്ടാവുന്നു. ഒരിക്കൽ കൂടി സക്ലൈൻ മുസ്താഖ് സ്ട്രൈക്ക് ചെയ്യുന്ന കാഴ്ചയാണ്. ഇന്ത്യയുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച. സുന്ദരമായിട്ടുള്ളൊരു ബോളാണത്, അത് പറയാതെ വയ്യ. അദ്ദേഹത്തെ സക്ലൈൻ മുസ്താഖ് ബൗൾഡാക്കി വിട്ടപ്പോൾ ജഡേജ എടുത്തത് 8 റൺസ്. സോ കാര്യങ്ങൾ നമ്മൾ കൈവിടുമോ? 14 പന്തിൽ നിന്ന് 19 റൺസാണ് ഇനി ഇന്ത്യക്ക് വേണ്ടത്. ഡ്രസ്സിംഗ് റൂമൊക്കെ ആകെ ടെൻസ്ഡ് ആണ്. അതിനിടക്കാണ് ആ ഒരു ബൗണ്ടറി പിറക്കുന്നത്. അതൊരു ആശ്വാസദായകമായിട്ടുള്ള ബൗണ്ടറി ആയിരുന്നു. ടീം മുന്നോട്ട് പോകുന്നു. 11 പന്തിൽ നിന്ന് 14 റൺസാണ് നമുക്ക് വേണ്ടത്. അടുത്ത ഒരു ക്യുക്ക് സിംഗിൾ. നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണ്. 306 എന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മളുള്ളത് വിജയിക്കാൻ വേണ്ടത് 314 എന്ന ഘട്ടത്തിലാണ് അവർ റൺഔട്ട് പിറക്കുന്നത്. വീണ്ടും നമ്മൾ അങ്കലാപ്പിലേക്ക് പോകുന്നു. 306 വിജയിക്കാൻ വേണ്ടത് 314 റൺസാണ്. സോ ദാറ്റ്സ് റൺ ഔട്ട്. യെസ്, ക്ലിയർ ആണ്. അദ്ദേഹം ക്രീസിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യക്ക് 9 റൺസ് വേണം 6 പന്തുകളിൽ നിന്ന്. അവസാന ഓവറാണ്. സക്ലൈൻ മുസ്താഖാണ് ബൗൾ ചെയ്യുന്നത്. സോ ജവഗൽ ശ്രീനാഥ് 8 റൺസാണ് ഇനി നമുക്ക് വേണ്ടത്. കനിത്കറും ശ്രീനാഥുമാണ് ക്രീസിലുള്ളത്. സോ അടുത്ത ഡബിളാണ് അവിടെ ഓടുന്നത്. 308 റൺസ്. 47.2 ഓവറുകളിൽ 309 റൺസിലേക്ക് ഇന്ത്യ എത്തി. അവസാന ഘട്ടമാണ്. കുത്തനെ അടിച്ചു കളഞ്ഞു ശ്രീനാഥ്. ഇന്ത്യ എയർ ക്യാച്ച് എന്ന് കരുതി, പക്ഷേ നോമാൻസ് ലാൻഡിൽ അത് ലാൻഡ് ചെയ്ത് വീണു. അവിടെ നമുക്ക് ഒരു ലൈഫ് കിട്ടുകയാണ്, ആശ്വാസം കിട്ടുകയാണ്. 311
നോക്കുക, 3 പന്തുകളാണ് ബാക്കി, 4 റൺസ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണം. ശ്രീനാഥ് സ്റ്റിൽ ഓൺ സ്ട്രൈക്ക്. സക്ലൈനാണ് പന്തെറിയുന്നത്. സക്ലൈനെതിരെ അടുത്ത പന്തിൽ ഒരു ക്യുക്ക് സിംഗിൾ എടുക്കുന്നു. സോ 312. നമുക്ക് വിജയിക്കാൻ 2 പന്തിൽ നിന്ന് 3 റൺസ് വേണം എന്ന നിമിഷമാണ്. എന്തും സംഭവിക്കാം എന്ന് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ശ്വാസം പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് സക്ലൈ മുഷ്താഖിന്റെ അടുത്ത പന്തിൽ ആ ഒരു ചരിത്രം പിറന്ന ബൗണ്ടറി പിറക്കുന്നത്. ദാറ്റ്സ് എ ഫോർ. ആ ഫോറിൽ നമ്മളിതാ വിജയം പിടിച്ചെടുത്തിരിക്കുന്നു. യെസ്, അത് ചരിത്രം കുറിച്ച ബൗണ്ടറി ആയിരുന്നു. ഋഷികേശ് കനിത്കർ എന്ന് പറയുന്ന കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ഒരു ബൗണ്ടറിയാണ് നമ്മൾ അവിടെ കണ്ടത്. പിന്നെ നമ്മൾ ധാക്കയിൽ കൊയ്ത്തുത്സവമാണ്, നമ്മുടെ ആരാധകരുടെ ആഘോഷമാണ്. നോക്ക്, നിങ്ങൾ വലിയ ആഘോഷത്തിലേക്ക് ആവേശത്തിലേക്ക് പോകുന്നു. ഇന്ത്യ വിൻ ബൈ 3 റൺസ്. എത്ര കാലം ഇന്ത്യ പാകിസ്ഥാൻ റിവൽറി ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം, ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം പറയുന്ന ഒരു പോരാട്ടമായിരിക്കും അത്. അന്ന് 314 ചേസ് ചെയ്യുക എന്നുള്ളത് ക്രിക്കറ്റ് ലോകം ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതും ഒരു ഘട്ടത്തിൽ നമ്മൾ നല്ല രൂപത്തിൽ കുതിച്ചു പാഞ്ഞിട്ട് പിന്നീട് വീണുപോയിടത്ത് നിന്നാണ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നമ്മൾ നടത്തി വിജയത്തിലേക്ക് പോയത്. എന്തായാലും ഇന്നും ഓർക്കുമ്പോൾ ആവേശം പകരുന്ന ഒരു ഫോറും വിജയവും കിരീടവും ഒക്കെയാണത്. എന്തായാലും നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളൊക്കെ പറയാനുണ്ടാവും. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളൊക്കെ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ കാണാം.